ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഏസ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു സക്സസ് ആണ്. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കിട്ടിയ ഒരു സക്സസ് ഈ സമയം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായ ആ സാഹചര്യത്തിൽ നിന്നുമെല്ലാം ഒരു അധികാരത്തിൻ്റെ കസേരയിലേക്ക് എത്തുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാടിന് ഒരു ഫലമുണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചില ആൾക്കാർക്ക് ക്ലാരിറ്റി ഉണ്ടാകുന്നു എന്നും കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു ഡിവൈൻ പവർ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് കണക്ഷൻ കൂടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത്. നിങ്ങളുടെ ചിന്തകളൊക്കെ മാനിഫെസ്റ്റ് ആകുമെന്നുള്ളതാണ്. അതിനാൽ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു സമയം ഇരിക്കാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുത്താൻ ഈ ഒരു സമയം സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ക്ലിയർ വിഷനാണ്. പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു അവബോധം നിങ്ങൾക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ നിങ്ങളെക്കൊണ്ട് ഇവിടെ സാധിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ രണ്ടാമതായി വന്നിട്ടുള്ളത് 9 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ നമ്മളുടെ മനസ്സ് നമ്മളെങ്ങനെ കളിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് ഇതിൽ ഉറക്കമില്ലാതിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പോകുന്ന വഴി ശരിയാണോ എന്നൊക്കെ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അത് ഓർത്തോർത്ത് വിഷമിക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിൽ ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഈ സമയം തീർച്ചയായിട്ടും നിങ്ങളിലെ ആ ഒരു ഭയത്തെ നിങ്ങൾ വിട്ടുകളയണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലാതെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ വിട്ടേക്കുക. അത് വെറും ഭയമാണ് എന്ന് മനസ്സിലാക്കുക. അത് നമ്മളുടെ മനസ്സ് നമ്മളെ എങ്ങനെ കളിപ്പിക്കുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ടവറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു വഴിത്തിരിവ് സംഭവിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ നല്ലതല്ലാത്ത കാര്യങ്ങൾ അവസാനിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ പുതിയ ആശയങ്ങൾ വരുന്നുണ്ട്. ഒരു സഡൻ ആയിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചില ആൾക്കാർക്ക് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ തെറ്റായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ്.
ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടൊരു വലിയ നഷ്ടം നേരിട്ട വ്യക്തികളാകാം നിങ്ങൾ. അപ്പോൾ ആ നഷ്ടം എങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ആരാണ് അതിന് പിറകിൽ പ്രവർത്തിച്ചത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ നിറഞ്ഞ ആ ഒരു സാഹചര്യങ്ങൾക്കെല്ലാം ഇവിടെ ഒരു അവസാനം ഉണ്ടാകുന്നുണ്ട്. അതിവിടെ അവസാനിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മുമ്പത്തേക്കാൾ മെച്ചപ്പെട്ടു വരുന്നൊരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് വാൻസിന്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കുറേ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ കടന്ന് പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ, അതിൽ നിന്നും നിങ്ങൾ വളരെയധികം ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്നാണ്. ആ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ശക്തി സംഭരിച്ചു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരുപാട് പാഠങ്ങൾ പഠിച്ചു, മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ അത് ഒരിക്കലും നെഗറ്റീവായിട്ടായിരിക്കില്ല. തീർച്ചയായിട്ടും ഒരു പരീക്ഷണത്തിലൂടെ നിങ്ങൾക്കൊരു നന്മ വരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, നിങ്ങളിതുവരെ ഉണ്ടാക്കിയെടുത്ത എന്തൊക്കെയോ കാര്യങ്ങൾ, ചിലപ്പോൾ അത് വിശ്വാസമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യമാകാം, ചിലപ്പോൾ അത് വേറെന്തെങ്കിലും ആകാം. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടതായിട്ട് കരുതിയിരുന്ന എന്തെങ്കിലും കാര്യങ്ങളാകാം അത് നഷ്ടപ്പെടുത്താൻ തക്കം പാർത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നാലും അതിനെ മറികടക്കാൻ നിങ്ങളൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത പല കാര്യങ്ങളും അത് നഷ്ടപ്പെടുത്താതെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ചില സാഹചര്യങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ബുദ്ധിപൂർവം നേരിടാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ 2 കാര്യങ്ങൾക്കിടയിൽ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ യഥാർത്ഥത്തിൽ ഏറ്റവും നല്ലൊരു വഴി നിങ്ങൾക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യത്തിന് തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഇതിൽ നിങ്ങളുടെ പൂർവികർ ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒന്നുകിൽ അവരുപയോഗിച്ച ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തന്നതാകാം, അല്ലെങ്കിൽ തലമുറകളായി കൈമാറി ലഭിച്ച കാര്യങ്ങൾ നിങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നതുമാകാം. അത് ഒരുപക്ഷെ തൊഴിലാവാം, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റു വസ്തുക്കളാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഗൈഡൻസും ബ്ലെസ്സിങ്സും ഒക്കെ കിട്ടുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അവർ നിങ്ങളുടെ സ്വപ്നത്തിൽ വന്ന് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് സോഡ്സിന്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങളൊരു ട്രാപ്പിലൊക്കെ പെട്ടിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇത് ഒരുപക്ഷെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതോ, അല്ലെങ്കിൽ സമൂഹം അതുണ്ടാക്കിയതോ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർ അതുണ്ടാക്കി തന്നതോ ആയിട്ടുള്ളൊരു കാര്യത്തിൽ നിങ്ങളിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ തീർച്ചയായിട്ടും നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്നും മാറിപ്പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾ കുറേ ആൾക്കാരുമായിട്ട് ആവശ്യമില്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിറ്റാച്ച് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നമ്മൾ വിചാരിക്കും ഇവർ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് എന്നൊക്കെ. അങ്ങനെ വിചാരിച്ച് നമ്മൾ അവരിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നുണ്ടെങ്കിൽ നമ്മളുടെ സോൾ അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ്
സോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സോളിൻ്റെ ആ ഒരു ആഗ്രഹം അനുസരിച്ച് നിങ്ങളിവിടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇവരാണ് നമ്മുടെ ലോകമെന്ന് ചിന്തിക്കാതെ അവരും കൂടി ചേർന്നതാണ് നമ്മുടെ ലോകം, എന്നാൽ അവർ മാത്രമല്ല നമ്മുടെ ലോകം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച എന്തോ ഒരു കാര്യം അത് വിട്ട് നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ ട്രാപ്പിലൊക്കെ പെട്ടുപോയ അല്ലെങ്കിൽ മറികടക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലൊക്കെ ഇരിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനുള്ളൊരു ഗൈഡൻസ് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടതാകാം. അപ്പോൾ ഈ സമയം നിങ്ങൾ പലതും തിരിച്ചറിഞ്ഞ് ആ സാഹചര്യത്തിൽ നിന്നും എല്ലാം പുറത്തു പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബ്ലെസ്സിങ് വരുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പിതൃക്കൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുന്നതുമാകാം. പിന്നെ ഇവിടെ പേജ് ഓഫ് പെന്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ച എന്തോ ഒരു കാര്യത്തിൻ്റെ ഫലം, അതായത് ഒരു ആത്മീയമായ ഒരു ഉയർച്ച, അത് നിങ്ങൾക്ക് മെറ്റീരിയലായിട്ട് എന്തോ കാര്യങ്ങൾ ഇവിടെ കിട്ടുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അതായത് കുറേ കാലം കൊണ്ട് പ്രാർത്ഥിച്ച, നിങ്ങൾ കുറേ കാലം കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത എന്തോ ഒരു കാര്യം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത എന്തോ ഒരു കാര്യം, അത് റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു പുതിയ വാതിൽ നിങ്ങൾക്കായി തുറക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കമാണ് ഇത്. നിങ്ങൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കിയ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് ഒരു ജോലിയാകാം, അതല്ലാന്നുണ്ടെങ്കിൽ വാഹനമോ വീടോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ, അങ്ങനെ നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ ഒരു വരുമാനം വേണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു ആഗ്രഹത്തോടു കൂടി ഒരു ബിസിനസ് തുടങ്ങുന്ന എനർജിയും കാണുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന ആളുകൾ നിങ്ങൾ പുറത്തേക്കൊക്കെ ഒന്നിറങ്ങി നിങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ ഒരുപാട് നാളുകൊണ്ട് നല്ലൊരു ബിസിനസ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് പുതിയ പുതിയ ഐഡിയാസ് ലഭിക്കുന്നതുമാകാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾ വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇതിൽ ചില ആൾക്കാർ നിങ്ങൾക്ക് സെപ്പറേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്കിരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ ന്യൂലി മാരീഡ് ആകുന്ന ആൾക്കാരുടെ ഒരു എനർജിയും കാണുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം ഫാമിലിയിലേക്ക് വരുന്നൊരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫുൾഫിൽമെൻ്റ് ഒക്കെ ഉണ്ടായി എന്നൊക്കെ ഒരു തോന്നൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ തോന്നുന്ന തരത്തിൽ ഒരു സന്തോഷം ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പൂർവികരുടെ ഒരു അനുഗ്രഹം ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലും കാണാൻ കഴിയുന്നത്. അതായത് നല്ല കർമ്മം ചെയ്തു വെച്ച പൂർവികർ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ശരിക്കും സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്ന ഒരു ഫാമിലി ആയിരിക്കണം. അപ്പോൾ അവർ നിങ്ങൾക്ക് ഇവിടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. അവർ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നു, നിങ്ങളെ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വലിയൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ആൾക്കാരായിട്ടാണ്. അപ്പോൾ ആ ഒരു വൃക്ഷം നിങ്ങളെ അത്രയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എനർജി, അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ആൽമരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും എന്നാണ്. അത് ഭയങ്കര പോസിറ്റീവ് എനർജി നിങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങളങ്ങനെ കുറച്ച് സമയമെങ്കിലും ഒന്നിരിക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ്സ് എല്ലാം റിമൂവായി പോകും എന്നുള്ളതാണ്, പോസിറ്റിവിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ശ്രമിക്കുക. പിന്നെ ഇവിടെ 8 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം
നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് വളരെ വേഗത്തിൽ ചെയ്ത് പൂർത്തിയാക്കാൻ നിങ്ങൾക്കിവിടെ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ അർഹിക്കുന്ന ഫലം, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത ആ ഒരു ഫലം അത് വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളും കാണുന്നുണ്ട്. ഇതിൽ വളരെ വലിയൊരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നൊരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ കുറേ കാലമായി നമ്മളിൽ ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം, അത് ശരിക്കും ഒരു ഭാഗ്യദോഷം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആ ഒരു കാര്യം ശരിക്കും മാറി ഒരു പ്യൂരിറ്റിയിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറേ സ്ട്രഗിൾസും ഒബ്സ്റ്റക്കിൾസും ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളിലൊരു ക്ലെൻസിങ് ഒക്കെ നടക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് നല്ല നല്ല വാർത്തകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയം കേൾക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതൊരു കോളായിട്ടോ മെസ്സേജായിട്ടോ അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സഡനായിട്ടുള്ളൊരു ചേഞ്ച് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വളരെ സ്ട്രഗിൾ ചെയ്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ അത് വളരെ ഈസി ആക്കി തരുന്നൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ എന്ത് തടസ്സങ്ങൾ വന്നാലും ആ ഒരു തടസ്സങ്ങളെ എല്ലാം പൊട്ടിച്ചു മാറ്റി വളരെയധികം വേഗത്തിൽ അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വലിയ രീതിയിലുള്ള ചേഞ്ചസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ പുതിയൊരു ഫേസിലേക്ക് പോവുകയാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിൽ നിന്നും എൻറ്റയർലി പുതിയൊരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കാർമികമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ എൻഡ് ആകുന്നുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തായി വന്നിട്ടുള്ളത് ഡെത്ത് കാർഡാണ്. കാരണം ഇതിൽ കുറേ കാര്യങ്ങൾ എൻഡായി, അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് എൻഡായി എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മ കുറേ റിലീസായി എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഇവിടെ റിലീസായി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നത്. നമ്മൾ കുറേ ഭാരം ചുമന്ന് മുന്നോട്ട് പോകാൻ നോക്കിയാൽ അതൊരിക്കലും നടക്കൂല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ ഇരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇനി ഈ കർമ്മം ഞാൻ ചുമക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ അത് ചില വ്യക്തികളെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ എന്താണെങ്കിൽ പോലും ഈ ഒരു സമയം അത് നിങ്ങൾ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതെല്ലാം ഈ ഒരു സമയം എൻഡ് ആകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ സമയം ഒരു റീബർത്തിൻ്റെ സമയമാണ്. ഈ സമയം തീർച്ചയായിട്ടും നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ഒരു ജന്മത്തിൽ തന്നെ നിങ്ങൾ പുതിയൊരു തുടക്കം തുടങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില വ്യക്തികളെ ആവട്ടെ, സാഹചര്യങ്ങളോ, അങ്ങനെ നിങ്ങൾ ഇതുവരെ ചുമന്നിരുന്ന കുറേ കാര്യങ്ങൾ അത് ഇനി വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ശരിക്കും ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കുറേ മെസ്സേജസ് കിട്ടുന്നുണ്ട്, കുറേ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്പിരിച്വൽ ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ സമയം നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പിരിച്വൽ ഗൈഡൻസ് എടുക്കുന്നുണ്ടാവാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വളരെ വലിയൊരു പരിവർത്തനം ഈ ഒരു സമയം നടക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളോട് ആരെങ്കിലും ചെയ്ത തെറ്റുകൾ ഓർത്ത് നിങ്ങളിങ്ങനെ വീണ്ടും വീണ്ടും വേദനിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ, കാരണം 9 ഓഫ് സോർഡ്സ് ഒക്കെ അങ്ങനെയാണ് പറയുന്നത്, ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പാസ്റ്റിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങളൊരു പുതിയ ഡയറക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ഒരു എനർജി എക്സ്ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു സഹായം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സഹായം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് ചിലപ്പോൾ ഏതെങ്കിലും ആൾക്കാർ അവർ വളരെ വിഷമിച്ചിരുന്നപ്പോൾ നിങ്ങൾ അവരെ ആശ്വസിപ്പിച്ചതായിരിക്കാം. ചിലപ്പോൾ ഫിനാൻഷ്യലായിട്ട് നിങ്ങൾ ആരെയെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തതായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് യാത്ര ചെയ്യാനൊക്കെ ആരെങ്കിലും സഹായിച്ചതായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരു ഗൈഡൻസ് കൊടുത്തതായിരിക്കാം.
അങ്ങനെ എന്ത് തന്നെയായാലും അത് നിങ്ങളിലേക്ക് ഈ ഒരു സമയം തിരിച്ചു വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുത്ത കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളൊരു നന്മ കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് ഈ ഒരു സമയം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ഭാഗത്ത് വളരെ ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇത് പാസ്റ്റിൽ ഒരു പക്ഷേ ഭാഗ്യദോഷം കൊണ്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങൾ അത് തിരിച്ച് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഈ സമയം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലപ്പോൾ പൈസക്കൊക്കെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് അത്തരത്തിലാകാം, ചിലപ്പോൾ ഗൈഡൻസ് വേണ്ടിയ ആൾക്കാർക്ക് അത്തരത്തിലാകാം. അപ്പോൾ ഡിവൈനിൽ നിന്നും തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ഒക്കെ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നൊക്കെ വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം ഡിവൈനിൽ നിന്നും നിങ്ങൾക്ക് അത്തരത്തിലൊരു ഗൈഡൻസ് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും അത് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ അത് ചില ജീവികളിലൂടെ ആയിരിക്കാം. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജീവികളിലൂടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെ സഹായിക്കാൻ ഒരു വ്യക്തി എത്തുന്നു. അത് പലതരത്തിലാകാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വിധത്തിലാണ് ഒരു സഹായം ആവശ്യമുള്ളതെങ്കിൽ അങ്ങനെ ഒരു സഹായം തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 8 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം അത് നിങ്ങളെ ഒരു വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതായത് ഹീലിംഗ് പോലെ ഒരു കാര്യമാകാം, പ്രാർത്ഥന പോലെയുള്ളൊരു കാര്യം അത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങളെ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ശക്തമായ ഒരു കാര്യത്തിനുള്ള ഒരു അടിത്തറ ഉണ്ടാക്കാൻ ഇത് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ കുറച്ച് സമയമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ എല്ലാ ദിവസവും അത് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ പോലും അത് തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഫലമില്ല എന്ന് വിചാരിക്കരുത് നിങ്ങൾ. കാരണം തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്കൊരു ഫലമുണ്ട്. അപ്പോൾ മുന്നോട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് തന്നെ പോവുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ഒരു സമയം ശാന്തമായിട്ടിരിക്കേണ്ട ഒരു സമയമാണെന്നാണ് കാണാൻ കഴിയുന്നത്. അതായത് പുറത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സമയം നിങ്ങൾക്ക് ശാന്തമായിട്ടിരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റി ഈ സമയം നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു ഇമോഷണൽ മെച്യൂരിറ്റി ആവശ്യമാണ്. നമുക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരാം, പക്ഷെ നമ്മളതിനെ നിരീക്ഷിക്കുക. ഇപ്പോൾ ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ എനിക്ക്, അല്ലെങ്കിൽ ഞാനിപ്പോൾ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ നിരാശപ്പെടേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ സ്വയം നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിനെ നിരീക്ഷിച്ച് നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ സമാധാനമായിട്ട് നിങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയൊക്കെ ചെയ്ത് തീർക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ കാര്യങ്ങളെയൊക്കെ വസ്തുനിഷ്ഠമായി കാണാൻ ഇവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം. അപ്പോൾ നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി തീരുമാനങ്ങളൊക്കെ എടുക്കുക. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരോട് കൃത്യമായിട്ട് നീതി പുലർത്താൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരോട് നമ്മൾ ആ ഒരു കടമകളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടോ, അവരെ കെയർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓരോരുത്തർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അതിൽ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വരും. അതിനാൽ നിങ്ങളൊന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ ഒരു കിങ് ഓഫ് കപ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരു കൗൺസിലിംഗ് ഒക്കെ കിട്ടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൗൺസിലറെ കാണാൻ പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതുമായിരിക്കാം.
നിങ്ങളുടെ അടുക്കെ ഒരു അഡ്വൈസിന് വേണ്ടി മറ്റുള്ളവരെത്തുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടെ വളരെ സോളിഡ് ആയിട്ടുള്ളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നതുമാകാം. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ തുടങ്ങുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 7 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ ഈ സമയം ചില ആളുകൾക്ക് ഉണ്ടായേക്കാം. കുറേ ആൾക്കാർ ഈ സമയം ഒരുപക്ഷെ നിങ്ങളോട് മത്സരിക്കാനൊക്കെ വന്നേക്കാം. അവർ മത്സരബുദ്ധിയോടെ നിങ്ങളോട് സംസാരിക്കാനൊക്കെയുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കുറേ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിൽ വെക്കുക. മാത്രമല്ല നിങ്ങളുടെ യാത്രയൊക്കെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം ആരോ ഇവിടെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ പോലും ഈ ഒരു സമയം നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അത് നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിൽ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാനൊക്കെ കുറേയധികം ആളുകളുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ വീട്ടിൽ തന്നെയാകാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലുള്ളവർ ആരെങ്കിലും ആയിരിക്കാം. അങ്ങനെ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കുറേയധികം ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ കാമായിട്ടിരിക്കാനൊന്ന് ശ്രമിക്കുക. ഈ സമയം മറ്റുള്ളവർ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ പോലും എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്കും വരില്ല, അല്ലെങ്കിൽ എൻ്റെ ക്ഷമയെ മറ്റുള്ളവർ പരീക്ഷിക്കുന്ന ഒരു സമയമാണ്, അത് എനിക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും, അങ്ങനെയൊന്ന് വിചാരിച്ചാൽ മാത്രം മതി. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതെനിക്ക് സക്സസ് ആകാൻ സാധിക്കും എന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക. പിന്നെ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വിട്ട് നിങ്ങൾ പുതിയ പ്രതീക്ഷയിലേക്കൊക്കെ ഇറങ്ങുന്ന ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് സന്തോഷങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവാം നിങ്ങൾക്ക്. ഇപ്പോൾ ചിലപ്പോൾ ആ ഒരു കാര്യമില്ലെങ്കിൽ പോലും അതിൻ്റെ ഓർമ്മകളൊക്കെ നിങ്ങളെ ഇങ്ങനെ പിറകോട്ട് വലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ നന്മകളിൽ നിന്നും നിങ്ങളെങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സക്സസിൽ നിന്ന് ഒരുപക്ഷെ അത് നിങ്ങളെ മാറ്റി പിറകോട്ട് വലിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കംഫർട്ട് സോൺ, അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ നിങ്ങൾ മറികടന്ന് എപ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുവോ അപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിജയം ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഉപേക്ഷിച്ച് പുതിയ ചില പ്രതീക്ഷകളുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. ഇത് നിങ്ങൾ പാസ്റ്റിൽ സ്റ്റോപ്പ് ചെയ്ത ഒരു കാര്യം അത് നിങ്ങൾ വീണ്ടും തുടങ്ങി വെക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ലഭിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ പുതിയൊരു കോഴ്സൊക്കെ എടുത്ത് പഠിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബോട്ടം വന്നിട്ടുണ്ടായിരുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു എനർജിയാണ്. സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു സമയം എത്തും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. ഒരുപാട് സന്തോഷങ്ങൾ ഈ ഒരു സമയം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരുപാട് സമാധാനത്തോടെയൊക്കെ ഇരിക്കാൻ പറ്റും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.